അപ്രതീക്ഷിതമായ ആകാശ ദുരന്തത്തിന്റെ വേദനയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാജ്യം. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ 15 കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായ രഞ്ജിതയും അടക്കം വിമാനയാത്രക്കാരായ 241 പേരാണ് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനു പുറമെ മരിച്ചവരിൽ ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉണ്ടായിരുന്നു. 2014 വിമാന അപകടങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ടത്. 911 പേരാണ് ആ വർഷം വിമാന അപകടത്തിൽ മരിച്ചത്. എന്നാൽ ഈ വർഷം പകുതിയാകുമ്പോഴേക്കും തന്നെ വിമാനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 460 ആയിരിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമെന്ന് എല്ലാവരും കരുതിയിരുന്ന വിമാനയാത്ര പോലും ഇപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ അപകടകരമാകുന്നു എന്ന ചർച്ചയിലാണ് വ്യോമയാന വിദഗ്ധർ. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു അമേരിക്കൻ എയർലൈൻസ് വിമാനം വാഷിംഗ്ടണിൽ ഒരു സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് 67 പേരാണ് കൊല്ലപ്പെട്ടത്. തുടർന്ന് മാർച്ചിൽ റൂവാട്ട ദ്വീപിനടുത്തുണ്ടായ വിമാനാപകടത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദശകത്തിൽ ഏറ്റവും അധികം വിമാനാപകടമുണ്ടായ വർഷമാണ് 2025. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായ വിമാനാപകടത്തോടെയാണ് മരണസംഖ്യ ഇത്രയും അധികം ഉയർന്നത്. വ്യോമയാന മേഖല അസാധാരണമാം വിധം ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനയാത്ര കൂടുതൽ അപകടകരമാകുന്ന ആശങ്ക ഉയരുകയാണ്. വ്യോമയാന സുരക്ഷ നിരീക്ഷിക്കുന്ന ജർമ്മൻ കൺസൾട്ടിംഗ് സ്ഥാപനമായ ജാക്ടെക്കിന്റെ സ്ഥാപനമായ ജാൻ അൺവേർഡ്രിക്ടർ പറയുന്നത് വിമാനയാത്രയ്ക്കിടെ മരിക്കുന്നവരുടെ ശരാശരി എണ്ണം നിലവിൽ 284 എന്നാൽ ഈ വർഷം ഇതിന്റെ ഇരട്ടിയായി മാറുകയാണ്. അടുത്ത 6 മാസങ്ങൾ അതുകൊണ്ട് തന്നെ ആശങ്കാജനകമായിരിക്കുമെന്നാണ് റിക്ടർ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഉത്കണ്ഠയുടെ ആവശ്യമില്ലെന്നാണ് മറ്റു ചില വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ വിമാനയാത്രയിൽ കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടെന്ന കാര്യമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. 2023 ഒരു വൻ വിമാനാപകടം പോലും ഉണ്ടായിട്ടില്ലെന്ന കാര്യവും അവർ പറയുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളെ മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും വിദഗ്ധർ വാദിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായ വിമാനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല.